കോമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർത്ത് സെമസ്റ്റർ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ അടുത്ത പോർഷനായിട്ടുള്ള ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ഈസ് എ നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് അലോസ് ഇൻവെസ്റ്റേഴ്സ് ഓഫ് എനി കൺട്രി ടു ട്രേഡ് or invest in the shares of a company in any other country, entitling the shareholders to get the benefit of dividend and capital gains of that country. നമുക്കറിയാം, ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് ആവശ്യം വരുമ്പോൾ പബ്ലിക്കിന് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്ത് എന്ത് ചെയ്യും, ഫണ്ട് റേസ് ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമാണോ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, പുറത്തുനിന്നും ഫണ്ട് റേസ് ചെയ്യാൻ, അതായത് മറ്റൊരു രാജ്യത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ വിദേശത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വിദേശത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പല തരത്തിലുണ്ട്. IDR, ADR, GDR അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഉണ്ട്, നമ്മൾ പഠിക്കും. അപ്പോൾ അതാണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഒരു നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ദാറ്റ് അലോസ് ഇൻവെസ്റ്റേഴ്സ് ഓഫ് എനി കൺട്രി ടു ട്രേഡ് ഓർ ഇൻവെസ്റ്റ് ഇൻ ദ ഷെയർസ് ഓഫ് എ കമ്പനി ഇൻ എനി അതർ കൺട്രി. മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് മറ്റൊരു രാജ്യത്തെ ഇൻവെസ്റ്റേഴ്സിനെ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്ന നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. നോക്കാം, എന്താണ് ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്? അതാണ് IDR എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ്, which enables foreign companies to raise funds from the Indian securities market by offering entitlement to foreign equity. അപ്പം ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുമ്പം ഇന്ത്യൻ റുപ്പിയിൽ ഡിനോമിനേറ്റ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. അത് എന്തിനാണ്? വിച്ച് എനേബിൾസ് ഫോറിൻ കമ്പനീസ് ടു റേസ് ഫണ്ട് ഫ്രം ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്നും ഫോറിൻ കമ്പനീസിന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ IDR enables a foreign company to mobilize fund from Indian stock market by issuing IDR. അപ്പോൾ IDR ഇഷ്യൂ ചെയ്തുകൊണ്ട് മറ്റൊരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ അവിടെ പറയുന്നുണ്ട്. IDRന് is an instrument in the form of a depository receipt created by Indian depository in India against the underlying equity shares of the issuing company. മറ്റൊരു ഫോറിൻ കമ്പനിയുടെ ഷെയർസിന് മേൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പോസിറ്ററി റെസിപ്റ്റാണ്, ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പോസിറ്ററി റെസിപ്റ്റാണ് IDR എന്ന് പറയുന്നത്, ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നീഡ് ഫോർ ഓവർസീസ് കസ്റ്റോഡിയൻ. അപ്പോൾ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് ആൻ ഓവർസീസ് കസ്റ്റോഡിയൻ ബാങ്ക്. അപ്പോൾ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാനെ കൊണ്ട് ഏറ്റവും ആവശ്യമായിട്ട് ഒരു കസ്റ്റോഡിയൻ ബാങ്ക്, ഓവർസീസ് കസ്റ്റോഡിയൻ ബാങ്കിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അതായത് അതൊരു ഫോറിൻ ബാങ്കാണ്, ഹാവിങ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ ആൻഡ് റിക്വസ്റ്റ് അപ്രൂവൽ ഫ്രം ഫിനാൻസ് മിനിസ്ട്രി ഫോർ ആക്ടിങ് ആസ് കസ്റ്റോഡിയൻ. അപ്പോൾ ഓവർസീസ് കസ്റ്റോഡിയൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ബാങ്കാണ്, പക്ഷേ ഇന്ത്യയിൽ അതിന് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്ട്രി അതിന് അപ്രൂവൽ കൊടുക്കണം, കസ്റ്റോഡിയനായിട്ട് ആക്ട് ചെയ്യാനെ കൊണ്ടുള്ള അപ്രൂവൽ അതിന് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഓവർസീസ് കസ്റ്റോഡിയൻ ബാങ്ക് ആവശ്യമുണ്ട്. അടുത്തത് അപ്രൂവൽ ഫോർ ഇഷ്യൂ ഓഫ് IDR ഇഷ്യൂ എന്ന് പറയുന്നത് അപ്രൂവൽ, അതായത് IDR ഇഷ്യൂ റിക്വസ്റ്റ് അപ്രൂവൽ ഫ്രം സെബി. ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന്, സെബിയിൽ നിന്നും സ്റ്റോക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണല്ലോ സെബി. അപ്പോൾ സെബിയിൽ നിന്നും എന്ത് ചെയ്യണം, IDR ഇഷ്യൂ ചെയ്യണമെങ്കിൽ അപ്രൂവൽ ലഭിക്കണം. ആൻഡ് ആപ്ലിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ഫോർ ദിസ് പർപ്പസ് 90 days ബിഫോർ ദ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഇഷ്യൂ. 90 days മുന്നേ തന്നെ ഇഷ്യൂ ഓപ്പണിങ്ങിന് 90 days മുന്നേ തന്നെ ആപ്ലിക്കേഷനും കൊടുത്തിരിക്കണം എന്ന് പറയുന്നു. പിന്നെ ലിസ്റ്റിംഗ് അടുത്തത്, അതായത് IDRs ആർ റിക്വയർഡ് ടു ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ ആൻഡ് ഷുഡ് ബി ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. IDR ഇന്ത്യൻ ഡിപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ഡിവിഡൻഡ് റിലേറ്റഡ് ടു IDR. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ ദി IDR issuer will be apportioned according to the IDR holdings and distributed to the IDR holder by the depository. അപ്പോൾ IDRുമായിട്ട് ബന്ധപ്പെട്ട് ഡിവിഡൻഡ് എത്രയാണെന്നുള്ളത് അതൊക്കെ അപ്പോർഷൻ ചെയ്യുന്നത് IDR ഹോൾഡിങ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. IDR ഹോൾഡിങ്സിനെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ IDR ഹോൾഡർ ബൈ ദി ഡിപ്പോസിറ്ററി. ഡിപ്പോസിറ്ററി അതെന്ത് ചെയ്യും, IDR ഹോൾഡർക്ക് അതിനനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഡിവിഡൻഡ്. നെക്സ്റ്റ് പറയുന്നു ടാക്സേഷൻ റിലേറ്റഡ് ടു IDR.
IDR with ബന്ധപ്പെട്ട ടാക്സേഷൻ പറയുന്നത് കറണ്ട് ടാക്സ് പ്രൊവിഷൻ പുട്ട് IDR at a distinct disadvantage when compared with other shares listed on Indian Stock Exchange. അപ്പോൾ ഡിവിഡൻഡ് ടാക്സ് വിൽ ബി അസസ്ഡ് അറ്റ് 30% പ്ലസ് 10% സർചാർജ് ഓൺ ഓൾ ഡിവിഡൻഡ് ഫ്രം IDR. അപ്പോൾ IDRിൽ നിന്നുള്ള ഡിവിഡൻറ്റിൻ്റെ ടാക്സ് പറയുന്നത് 30% പ്ലസ് 10% സർചാർജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്ത എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. IDR allows more access to liquid market, അതായത് ഈസിലി കൺവേർട്ടബിൾ ടു ക്യാഷ്, പെട്ടെന്ന് തന്നെ കൺവേർട്ടബിൾ ടു ക്യാഷ് ആയിട്ടുള്ള ലിക്വിഡ് മാർക്കറ്റ്സിൽ നിന്ന് കൂടുതൽ ആക്സസ് IDR പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IDR ഗീവ്സ് ഇന്ത്യൻ റെസിഡൻസ് എ ചാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ എ ലിസ്റ്റഡ് ഫോറിൻ എൻറ്റിറ്റി. അപ്പോൾ ഇന്ത്യയിലെ റെസിഡൻസിന് എന്തൊരു ചാൻസ് കൊടുക്കുന്നുണ്ട് IDR? ഒരു ഫോറിൻ എൻറ്റിറ്റി, ലിസ്റ്റഡ് ഫോറിൻ എൻറ്റിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ ബേസ് ഓഫ് ഇഷ്യൂയിങ് കമ്പനി ബിക്കംസ് എക്സ്പാൻഡഡ്. ഇഷ്യൂയിങ് കമ്പനിയുടെ ഇൻവെസ്റ്റർ ബേസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും ഫോറിൻ കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം. അതുപോലെ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജസ്, കുറച്ചും കൂടി മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജസ് ഒക്കെ അവൈലബിൾ ആകും എന്ന് പറഞ്ഞു. ബിക്കം അവൈലബിൾ ഡ്യൂ ടു ഇംപ്രൂവ്ഡ് ബ്രാൻഡ് ഇമേജ്. അപ്പം ഫോറിൻ കൺട്രിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി ബ്രാൻഡ് ഇമേജസ് ഒക്കെ കൂടും. അപ്പോൾ അങ്ങനെ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജസ് കൂടുതൽ അവൈലബിൾ ആകും. റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ഇസ് എലിമിനേറ്റഡ് ആസ് ദ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബൈ ദി ഇഷ്യൂവേഴ്സ് ഹോം കറൻസി. അപ്പം ഇഷ്യൂവറിൻ്റെ ഹോം കറൻസിയിലാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഡിവിഡൻഡ് ലഭിക്കില്ലെന്നുള്ള റിസ്ക് ഒന്നുമില്ല. ഇഷ്യൂവറിൻ്റെ ഹോം കറൻസിയിൽ തന്നെ ഡിവിഡൻഡ് പേ ചെയ്യും. അതുതന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ മീൻസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് വെൽത്ത് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലല്ലോ നല്ലത്, ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ വെൽത്ത് പ്രൊട്ടക്ഷനും. അത് എത്രയുമാണ് IDRൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് വന്നിട്ട് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ADR ആണ്. അപ്പം ADR എന്ന് പറയുന്നത് അമേരിക്കൻ, നമ്മൾ നേരത്തെ കണ്ടത് IDR ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു ഇന്ത്യൻ റുപ്പീസിലാണ് അത് ഡിനോമിനേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെഗോഷ്യബിൾ സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ US ഡിപ്പോസിറ്ററി ബാങ്ക് against a certain number of shares of a non-US company stock traded in the US stock exchange. അപ്പം ഇതെന്ന് പറയുന്നത് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? US ഡിപ്പോസിറ്ററി ബാങ്ക് ആണ്. എഗെയിൻസ്റ്റ് എ സർട്ടൺ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് non-US കമ്പനി. US കമ്പനി അല്ലാത്ത ഒരു കമ്പനിയുടെ ഷെയർസ് ആയിരിക്കും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും US ഡിപ്പോസിറ്ററി ബാങ്ക് ഈ ഒരു അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പം ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ US ബാങ്ക് ദാറ്റ് റെപ്രസെൻറ്റ് ഷെയർസ് ഇൻ ഫോറിൻ സ്റ്റോക്ക് ട്രേഡഡ് ഇൻ ദ US ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ US ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് അനുസരിച്ച് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്, US ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. Then ADRs are listed on important international stock exchanges like NYSE, NASDAQ, MX, etc. അപ്പോൾ ADR ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ കമ്പനീസൊക്കെ മിക്കതും ADR ഉപയോഗിച്ചൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസൊക്കെ ഉണ്ട്. ഈ ഇൻഫോസിസ്, ടാറ്റ മോട്ടോഴ്സ്, വിപ്രോ, ഇതെല്ലാം ADR ഉപയോഗിച്ച് ഫണ്ട് റേസ് ചെയ്യുന്ന കമ്പനീസാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ് അടുത്ത പറയുന്നത്. The ADRs that are sold in US financial markets can be categorized into sponsored and unsponsored. US ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വിൽക്കുന്ന ഈ ADRസിനെ സ്പോൺസേർഡ് എന്നും അൺസ്പോൺസേർഡ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോക്കാം എന്താണ് സ്പോൺസേർഡ് ADR എന്ന് വെച്ചാൽ, ദ ഫോറിൻ കമ്പനി issuing shares to the public enters into an agreement with the US depository bank to sell its shares in US market. The US bank is responsible for record keeping, sale and distribution shares to the public. Sponsored ADR can be listed on US stock exchange. അപ്പോൾ സ്പോൺസേർഡ് ADR എന്ന് പറയുന്നത് ഈ ഫോറിൻ കമ്പനി പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഈ ഫോറിൻ കമ്പനിയും US ഡിപ്പോസിറ്ററി ബാങ്കുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കും. എന്താണ്? ടു സെൽ ഷെയർസ് ഇൻ US മാർക്കറ്റ്. US മാർക്കറ്റിൽ അവരുടെ ഷെയർസ് വിറ്റുകൊള്ളാം എന്നൊരു എഗ്രിമെൻറ്റ്. അതുപോലെ തന്നെ അപ്പോൾ US ബാങ്ക് ആയിരിക്കും ഈ റെക്കോർഡ് കീപ്പിംഗ്, സെയില്, ഇതുപോലെ പബ്ലിക്കിനത് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട ഡിസ്ട്രിബ്യൂഷൻ, ആ ചുമതലകളെല്ലാം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം US ബാങ്കിനായിരിക്കും റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പോൾ അതാണ് ഈ സ്പോൺസേർഡ് ADR എന്ന് പറയുന്നത്. സ്പോൺസേർഡ് ADR ക്യാൻ ബി ലിസ്റ്റഡ് ഓൺ ദ US സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്പോൺസേർഡ് ADR US സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതുമാണ്.
അപ്പോൾ അതാണ് സ്പോൺസർഡ് എ ഡി ആർ. ഫോറിൻ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഫോറിൻ കമ്പനിയും US ബാങ്കും ഡിപ്പോസിറ്ററി ബാങ്കും തമ്മിലൊരു എഗ്രിമെൻ്റ് ആക്കി US മാർക്കറ്റിൽ ഈ ഷെയർസ് വിറ്റുകൊള്ളാമെന്നൊരു എഗ്രിമെൻ്റ് ആക്കും. US ബാങ്ക് ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നോൺ സ്പോൺസർഡ് എ ഡി ആർ ആണ്. നോൺ സ്പോൺസർഡ് എ ഡി ആർ ഈസ് ക്രിയേറ്റഡ് ബൈ ബ്രോക്കേഴ്സ് ഓർ ഡീലേഴ്സ് വിത്തൗട്ട് ദ കോപ്പറേഷൻ ഓഫ് ഫോറിൻ കമ്പനി ഇഷ്യൂ ഷെയർസ്. അപ്പോൾ ഇവിടെ ഫോറിൻ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഫോറിൻ കമ്പനിയുടെ കോപ്പറേഷൻ ഒന്നുമില്ല, ഇല്ലാതെ തന്നെ ഇത് എ ഡി ആർ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? നോൺ സ്പോൺസർഡ് എ ഡി ആർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഡീലേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ്, ഇടനിലക്കാർ വഴിയായിരിക്കും. അപ്പോൾ നോൺ സ്പോൺസർഡ് എ ഡി ആർ എന്ന് പറയുന്നത് US ട്രേഡ് ചെയ്യും ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് വിത്തൗട്ട് റിക്വയറിംഗ് രജിസ്ട്രേഷൻ വിത്ത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ. അപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് വഴി US ട്രേഡ് ചെയ്യും എന്ത്? നോൺ സ്പോൺസർഡ് എ ഡി ആർസ്. അപ്പോൾ നോൺ സ്പോൺസർഡ് എ ഡി ആർസ് ആർ ഓൺലി ട്രേഡഡ് ഓൺ ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ മാത്രമായിരിക്കും നോൺ സ്പോൺസർഡ് എ ഡി ആർ ട്രേഡിംഗ് നടത്തുന്നതെന്ന് പറയുന്നു. അഡ്വാൻറ്റേജസ് നോക്കി, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്? ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫോറിൻ സ്റ്റോക്ക്. അതായത് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ചാൻസ് കിട്ടുകയാണ് ഇൻ ദ ഷെയർസ് ഓഫ് ഫോറിൻ കമ്പനി വിച്ച് ഗീവ് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ അതിൽ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ അവർക്ക് ലഭിക്കും, ഫോറിൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ ട്രേഡിംഗ് ഷെയർസ് ഇൻ 2 countries. Companies located in foreign countries can get registered on American Stock Exchange and have its shares traded in 2 different countries. അപ്പം 2 കൺട്രിയിൽ ഷെയർസ് ട്രേഡ് ചെയ്യാനുള്ള, അതായത് ഫോറിൻ കൺട്രീസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രിക്ക് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ഷെയർസ് ട്രേഡഡ് ഇൻ 2 different, അവരുടെ ഷെയർസ് 2 രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നു. അതുപോലെ തന്നെ ബെനിഫിറ്റ് ഓഫ് കറൻസി ഫ്ലക്ച്വേഷൻ. ബെനിഫിറ്റ്സ് ഓഫ് കറൻസി ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെ 2 രാജ്യങ്ങളിൽ ട്രേഡിംഗ് നടത്തുമ്പോൾ ആ ഒരു ബെനിഫിറ്റ്, കറൻസി ഫ്ലക്ച്വേഷൻസിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസിയർ, എ ഡി ആർ പ്രൊവൈഡ്സ് എൻ ഈസിയർ വേ ടു ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കമ്പനി. ദർ ആർ നോ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ അമേരിക്കൻ ഡിപ്പോസിറ്റ് റെസിപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഈസിനെസ് ആണെന്ന് പറയുന്നു. അതായത് എ ഡി ആർ ടാക്സ് കാൽക്കുലേഷനൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തേക്കുവാണ്, അതുകൊണ്ട് തന്നെ ടാക്സ് കാൽക്കുലേഷനൊന്നും അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ലോവർ പ്രൈസ് ഓഫ് ഷെയർസ്. അതുപോലെ തന്നെ ഫോറിൻ കമ്പനിയുടെ ഷെയർസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എ ഡി ആറിൽ ഈസ് ജനറലി ചീപ്പർ, വളരെ വളരെ ചീപ്പറാണ് ഷെയർസിൻ്റെ പ്രൈസ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അഡീഷണൽ ബെനിഫിറ്റും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത്രയാണ് അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസിലോട്ട് വന്നാൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ. ഇപ്പോൾ എ ഡി ആറിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് US ഡോളേഴ്സിലായിരിക്കും. അപ്പോൾ ദേ ആർ എക്സ്പോസ് ടു റിസ്ക് അസോസിയേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ റിസ്ക് വളരെ കൂടുതലായിരിക്കും എന്ന് പറയുന്നു. അതായത് അമേരിക്കൻ ഡോളേഴ്സ് US ഡോളേഴ്സിലാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, അതുകൊണ്ട്. പിന്നെ ലിമിറ്റഡ് ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ദ നമ്പർ ഓഫ് ഓപ്ഷൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കമ്പനി ഈസ് ലിമിറ്റഡ്. ഓൺലി എ ഫ്യൂ കമ്പനി ഫീൽ ദ നെസസിറ്റി ടു രജിസ്റ്റർ ദംസെൽസ് ത്രൂ എ ഡി ആർ. അപ്പോൾ എ ഡി ആർ വഴി അങ്ങനെ എല്ലാ കമ്പനീസും ഒന്നും എന്ത് ചെയ്യത്തില്ല, രജിസ്റ്റർ ചെയ്യത്തില്ല. കുറച്ച് കമ്പനീസ് മാത്രമേ, ഫോറിൻ കമ്പനീസ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ലാക്സ് ലിക്വിഡിറ്റി, അത്ര ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കമ്പനീസ് ഓപ്റ്റിംഗ് ഫോർ എ ഡി ആർ ലാക്സ് ലിക്വിഡ് ആസ് ആൻ ഇൻവെസ്റ്റർ നീഡ് ടു ഹോൾഡ് ദ ഷെയർസ് ഫോർ എ ലോങ് ടേം ടു ജനറേറ്റ് ഗുഡ് റിട്ടേൺ. അതായത് ഒരു ഗുഡ് റിട്ടേൺ കിട്ടണമെങ്കിൽ ഒരുപാട് കാലം ഷെയർസ് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കുറവാണ്. ദെൻ ഹയർ ചാർജസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ ചാർജസ് ആണ് ഇവിടെ ഈടാക്കുന്നത്. സ്ട്രിക്റ്റ് ആക്ഷൻ ഓൺ വയലേഷൻ ഓഫ് ലോ, അതായത് എന്തെങ്കിലും ലോ വയലേറ്റ് ചെയ്താൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ നല്ല സ്ട്രിക്റ്റ് ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത് പറയുന്നു, ലോ വയലേറ്റ് ചെയ്താൽ. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ഡോളർ ഡിനോമിനേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ് ട്രേഡബിൾ ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ യൂറോപ്പ് ഓർ US ഓർ ബോത്ത്. അപ്പം എന്താ പറയുന്നത്, ഡോളർ ഡിനോമിനേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. US-ലും അതുപോലെ തന്നെ യൂറോപ്പിലും അല്ലെങ്കിൽ രണ്ടിടത്തും ട്രേഡബിൾ ആയിട്ടുള്ള ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ആണ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സർട്ടൺ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കോട്ടഡ് ആൻഡ് ട്രേഡഡ് ഇൻ ഡോളർ ടേംസ്. അപ്പം ഇത് ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഡോളറിലാണ്, ഡോളർ ടേംസിലാണ് ഇത് ട്രേഡിംഗ് നടത്തുന്നതെന്ന് ഓർക്കുക. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ലിക്വിഡിറ്റി, അതായത് ഗ്ലോബൽ ഡിപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ദാറ്റ് ആർ ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇൻസ്ട്രുമെൻറ്റ്സ് ഗെറ്റ് ലിക്വിഡിറ്റി ത്രൂ കണ്ടിന്യൂസ് ഡിമാൻഡ് ഫ്രം ഇൻവെസ്റ്റേഴ്സ്. അപ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് കണ്ടിന്യൂസ് ഇങ്ങനെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് ലിക്വിഡിറ്റി പറയുന്നു. ദെൻ ആക്സസ് ടു ഫോറിൻ ക്യാപിറ്റൽ. GDRs
have emerged as one of the most essential mechanism to raise capital from foreign market. അപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു എസെൻഷ്യൽ മെക്കാനിസം ആയിട്ട് ജി ഡി ആറിനെയാണ് കണ്ടിരിക്കുന്നത്. ജി ഡി ആർ എമേർജ് ചെയ്ത് വരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഈസി ആക്സസ്, ഫോറിൻ ക്യാപിറ്റലിലേക്ക് ഈസി ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ ജി ഡി ആറിന് സാധിക്കുന്നു. പിന്നെ വന്നിട്ട് ഈസിലി ട്രാൻസ്ഫറബിൾ ആണെന്ന് പറയുന്നു. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഗ്ലോബൽ ഡിപ്പോസിറ്റ് റിസീപ്റ്റ് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫറിങ് നടത്താൻ അങ്ങനെ വലിയ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. അടുത്തൊരു അഡ്വാൻറ്റേജ് പൊട്ടൻഷ്യൽ ഫോറക്സ് ഗെയിൻസ്. അതായത് ജി ഡി ആർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ദേ ആർ എക്സ്പോസ് ടു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റിലിറ്റി. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒരു മെഷറാണ്. അതായത് എത്രമാത്രം ആ കറൻസി വാല്യൂസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്ന് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻക്രീസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ ട്രേഡ് ഗ്രോത്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റിലിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫോറിൻ ട്രേഡ് വളർച്ചയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഫോറക്സ് ഗെയിൻസ് ഉണ്ടാകുന്നു ജി ഡി ആർ വഴി എന്ന് പറയുന്നു. അതായത് ഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെൻറ്റ് ക്യാൻ പൊട്ടൻഷ്യലി പ്രൊവൈഡ് ഗെയിൻ ബിയോണ്ട് ജസ്റ്റ് ദ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫോർ ദ ഷെയർസ്. ക്യാപിറ്റൽ ഗെയിനും ഡിവിഡൻഡും ഇല്ലാതെ തന്നെ ഫോറിൻ ട്രേഡിലൊരു വളർച്ച ഇവിടെ ജി ഡി ആർ വഴി സാധിക്കും. പിന്നെ ഷെയർസ് ക്യാൻ ബി ട്രേഡഡ് ഇൻ മോർ ദാൻ വൺ കറൻസി. അതായത് കമ്പനി ക്യാൻ ഗെറ്റ് ഇറ്റ് സെൽഫ് രജിസ്റ്റേർഡ് ഓൺ ആൻ ഓവർസീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ഓവർ ദ കൗണ്ടർ ആൻഡ് ദി ഷെയർ ക്യാൻ ബി ട്രേഡഡ് ഇൻ മോർ ദാൻ വൺ കറൻസി. ഒരു കറൻസിയിൽ മാത്രമല്ല ട്രേഡിംഗ് നടത്താൻ പറ്റുന്നത്, മോർ ദാൻ വൺ കറൻസിയിൽ ട്രേഡിംഗ് നടത്താൻ സാധിക്കും. പിന്നെ ഇൻ്റർനാഷണൽ അറ്റൻഷൻ ആൻഡ് കവറേജ്. ജി ഡി ആർ എന്ന് പറയുന്നത് എക്സ്പാൻസ് ദ ഗ്ലോബൽ പ്രസൻസ് ഓഫ് ദ കമ്പനി. അതായത് ഒരു ഇൻ്റർനാഷണൽ അറ്റൻഷനും കവറേജും ലഭിക്കും എന്ന് പറയുന്നു ഗ്ലോബൽ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ. പിന്നെ ഇൻക്രീസ് ഇൻ ഷെയർ വാല്യൂ ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇൻക്രീസസ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് വഴി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്ത് ചെയ്യും? ഷെയർസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ നോൺ റെസിഡൻസ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. വിത്ത് ജി ഡി ആർ ദ നോൺ റെസിഡൻസ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് ഓഫ് ഫോറിൻ കമ്പനി. എന്നാൽ ജി ഡി ആർ വഴി നോൺ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്യാം? ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ദേ ക്യാൻ ഓൾസോ ബൈ ദ ഷെയർസ് ഓഫ് കമ്പനി ഇഷ്യൂയിങ് ജി ഡി ആർ ഇൻ ദെയർ കൺട്രി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കമ്പനിയുടെ ഷെയർസ് മേടിക്കാൻ സാധിക്കും. ജി ഡി ആർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഷെയർസ് മേടിക്കാൻ സാധിക്കും. ഈവൻ ഇഫ് ദേ ആർ റെസ്ട്രിക്റ്റഡ് ടു ബൈ ഷെയർസ് ഓഫ് ഫോറിൻ കമ്പനി. അവർ ഫോറിൻ കമ്പനിയുടെ ഷെയർസ് അവർക്ക് മേടിക്കാൻ അവരെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ പോലും ജി ഡി ആർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയുടെ ഷെയർസ്, ഫോറിൻ കമ്പനിയുടെ ഷെയർസ് മേടിക്കാൻ സാധിക്കും എന്ന് പറയുന്നു ജി ഡി ആർ വഴി. ദെൻ ടാക്സ് സേവിങ്. ജി ഡി ആർ ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് സേവ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റർ ഹാസ് ടു പേ ടാക്സ് ഇഫ് ഹി പർച്ചേസ് ഷെയർസ് ഇൻ ദ ഫോറിൻ കമ്പനി, ബട്ട് ദർ ഇസ് നോ നീഡ് ടു പേ ടാക്സ് ഇഫ് ഹി ഇൻവെസ്റ്റ് ഇൻ ജി ഡി ആർ. എന്താ പറയുന്നത്? ഫോറിൻ കമ്പനിയിൽ ഷെയർസ് പർച്ചേസ് ചെയ്താൽ ഇൻവെസ്റ്ററിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ജി ഡി ആറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. അതാണ് ടാക്സ് സേവിങ്ങിൽ പറയുന്നത്. ഇനി എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് നോക്കിക്കേ. ഫസ്റ്റ് വൺ, ഹൈ റെഗുലേഷൻ. അതായത് ഈ ജി ഡി ആർ ഗ്ലോബൽ ഡിപ്പോസിറ്റ് റിസീപ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കൺട്രീസിൽ പല രാജ്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് റെഗുലേഷൻസിന് ഉണ്ടെന്ന് പറയുന്നു. സ്ട്രിക്റ്റ് റെഗുലേഷൻസിൽ സബ്ജക്റ്റഡ് ആണ് എന്ന് പറയുന്നു. മൾട്ടിപ്പിൾ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ഉണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും റെഗുലേഷൻസ് വയലേറ്റ് ചെയ്താൽ അത് കമ്പനിയെ തന്നെ നല്ലതായിട്ട് ബാധിക്കുന്ന ആണെന്ന് പറയുന്നു. സീരിയസ് കോൺസിക്വൻസിലേക്ക് നയിക്കും എന്ന് പറയുന്നു കമ്പനി. പിന്നെ അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ആണ്. അതായത് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആർ എക്സ്പോസ്ഡ് ടു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റിലിറ്റി. സിൻസ് the dividend received and the original price of the shares are denominated in foreign currency, appreciation of foreign currency can reduce the return generated and even cause losses to investors. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഷെയർസ്, ഒറിജിനൽ പ്രൈസ് ഓഫ് ഷെയർസ് ഫോറിൻ കറൻസി ആണല്ലോ ഡിനോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഡൻസ് ആർ പെയ്ഡ് ഇൻ ഡൊമസ്റ്റിക് കൺട്രീസ് കറൻസി വിച്ച് ഈസ് സബ്ജക്റ്റ് ടു വോളറ്റിലിറ്റി ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അപ്പോൾ ഡിവിഡൻറ്റ് പേ ചെയ്യുന്നതോ ഡൊമസ്റ്റിക് കൺട്രിയുടെ കറൻസിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി, ഒരു ചേഞ്ച്, കറൻസി വാല്യൂലൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ജി ഡി ആർ എന്ന് പറയുമ്പോൾ ഹ്യൂജ് എമൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ അല്ല. പിന്നെ നോ വോട്ടിംഗ് റൈറ്റ്. അണ്ടർ ദ മെക്കാനിസം ഓഫ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസീപ്റ്റ്, ഷെയർസ് ഓഫ് എ കമ്പനി ആർ സോൾഡ് ഇൻ ബൾക്ക് ടു ആൻ ഇൻ്റർമീഡിയറി ഇൻ അനദർ കൺട്രി. അതായത് വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല.
വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ കമ്പനി ആർ റിട്ടേൺഡ് ബൈ ദ ഇൻ്റർമീഡിയറി ഹു ഹാസ് ഡയറക്ട്ലി ബോട്ട് ദ ഷെയർസ് നോട്ട് ബൈ ഇൻവെസ്റ്റേഴ്സ്. ആർക്കാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്? ഇൻ്റർമീഡിയറീസിനാണ്. അവരാണ് ഡയറക്ട്ലി ഈ ഷെയർസ് മേടിക്കുന്നത്. അല്ലാതെ ഇൻവെസ്റ്റേഴ്സ്, GDR മേടിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനല്ല വോട്ടിംഗ് റൈറ്റ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്.